നമസ്കാരം. വായനാശാല വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്ന പ്രഥമ പുസ്തക ചർച്ചയിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ CJ ജോർജ് അവറുകളെ, അതുപോലെ തന്നെ അധ്യക്ഷത വഹിക്കുന്ന റഷീദ് KC, സ്വാഗതം ഭാഷണം നടത്തിയ P. സന്തോഷ്, റഷീദ് മുതുകാട് തുടങ്ങിയ വായനശാലയുടെ പ്രവർത്തകരെ, വായനക്കാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, അഖിൽ P. ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഓഥറെക്കുറിച്ച് നമ്മൾ ഒന്ന് പറഞ്ഞ് തുടങ്ങണമല്ലോ. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള യുവ നോവലിസ്റ്റാണ്. നമുക്ക് അറിയാവുന്നതുപോലെ ഒരു നോവൽ സോഷ്യൽ മീഡിയയിലും കൗമാരക്കാരുടെ ഇടയിലൊക്കെ, യുവാക്കളുടെ ഇടയിലൊക്കെ ആവേശമായി, തരംഗമായി മാറിയ ഒരു നോവലായിരുന്നു. അങ്ങനെ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരവും ഈ നോവലിനെ തേടിയെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ തന്നെയാണിത്. ഒരു സിനിമാറ്റിക് നോവൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള നോവലാണ്. ചെന്നൈ പശ്ചാത്തലമാക്കി 10ഓളം കഥാപാത്രങ്ങൾ ഈ ഒരു നോവലിൽ കടന്നു വരുന്നുണ്ട്. ശ്രീരാം അരവിന്ദ് എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ ആലപ്പുഴയിൽ നിന്ന് ചെന്നൈയിലേക്ക് സിനിമാ പഠനത്തിന് പോയ റാമിൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിരവധി ട്വിസ്റ്റുകളുള്ള ഒരു രചനയാണ്. ഇതുവരെ ഉണ്ടായിരുന്നതിന് വിപരീതമായിട്ട് ഒരു പുതിയ രചനാരീതി ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട്. സംഭവബഹുലം എന്നൊക്കെ പറയാവുന്ന ഒരു പുസ്തകമാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ളത്. അതായത് ബന്ധങ്ങൾ, പരിചരണം, കെയർ, ഉത്തരവാദിത്വം, മനുഷ്യൻ്റെ ഉള്ളിലെ നിസ്സഹായകത എന്നിവ വളരെ നിശബ്ദവും ആഴമുള്ളതുമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കഥയുടെ കേന്ദ്രത്തിൽ റാമ്യും ആനന്ദിയും തമ്മിലുള്ള ബന്ധം. ആനന്ദിയുടെ ജീവിതത്തിലേക്ക് റാം കടന്നു വരുന്നത് കെയർ എന്ന ഒരു ലളിതമായ വാക്കിലൂടെ തന്നെയാണെങ്കിലും ആ പരിചരണം സമയം കടന്നു പോകുമ്പോൾ സ്നേഹം, ബാധ്യത, ആശ്രയം, സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു വലിയ പ്രത്യേകത. ഒരാളെ പരിചരിക്കുക എന്നത് എത്രത്തോളം സ്വയം വിട്ടുകൊടുക്കലാണ്, അതിന് അതിരുകൾ വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പുസ്തകം നമുക്ക് മുന്നിൽ വെക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സൂക്ഷ്മത, മാനസികാരോഗ്യം, രോഗാവസ്ഥ, ആശ്രിതത്വം, സ്നേഹവും കടമയും തമ്മിലുള്ള സംഘർഷം, ഇങ്ങനെ ഇതൊക്കെ ഇതിൽ കടന്നു വരികയാണ്. ഇവയെല്ലാം വളരെ ലൗകികവും യാഥാർത്ഥ്യബോധവുമുള്ളതായ ഭാഷയിൽ ഈ നോവലിൽ നോവലിസ്റ്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. വലിയ സംഭവവികാസങ്ങളെക്കാൾ ചെറിയ നിമിഷങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും കഥാപാത്രങ്ങളുടെ ഉള്ളിലേക്കാണ് പുസ്തകം നമ്മെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വായന കഴിഞ്ഞാലും റായും ആനന്ദിയും നമ്മുടെ മനസ്സിൽ തുടരുന്ന കഥാപാത്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന, നിശബ്ദമായി വേദനിപ്പിക്കുന്ന, പക്ഷേ അത്ര തന്നെ സത്യസന്ധമായ ഒരു വായനാനുഭവമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന അഖിൽ P. ധർമ്മജൻ്റെ പുസ്തകം നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് കൂടുതൽ വായിക്കപ്പെടട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ വായനാശാല ഗ്രൂപ്പിൻ്റെ ഈ പ്രവർത്തനത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.